കോഴിക്കോട് ലത്തീൻ രൂപതയെ അതിരൂപതയായി ഉയർത്തി വത്തിക്കാൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനെ ആർച്ച് ബിഷപ്പായും പ്രഖ്യാപിച്ചു. കണ്ണൂർ സുൽത്താൻ പേട്ട് രൂപതകളാണ് കോഴിക്കോട് അതിരൂപതയ്ക്ക് കീഴിൽ വരുന്നത്. വിസ്മയങ്ങളുടെ ദൈവം ജീവിതത്തിലേക്ക് വന്നുവെന്ന് പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. Right Reverend Varghese Chakkalekal, His Holiness Pope Francis has erected the Diocese of Calicut as Metropolitan Archdiocese with the Diocese of Kannur and Sultanpet as suffragans, and has appointed you as the first Metropolitan Archbishop of the Archdiocese of Calicut. വത്തിക്കാൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ സുപ്രധാന പ്രഖ്യാപനം ലോകത്തെ അറിയിച്ചു. കോഴിക്കോട് രൂപത ആസ്ഥാനത്ത് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി സന്തോഷ വിവരം വിശ്വാസി സമൂഹത്തെ വായിച്ചു കേൾപ്പിച്ചു. കോഴിക്കോട് രൂപത സ്ഥാപിതമായി 102 വർഷം പിന്നിടുമ്പോഴാണ് അതിരൂപത പദവി ലഭിക്കുന്നത്. കേരളത്തിലെ 3ാമത്തെ ലത്തീൻ അതിരൂപതയാണ് സുൽത്താൻപേട്ട് കണ്ണൂർ രൂപതകൾ ചേരുന്ന കോഴിക്കോട് അതിരൂപത. പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിനും സന്തോഷ നിമിഷമാണ്. വിസ്മയങ്ങളുടെ ദൈവം ജീവിതത്തിലേക്ക് വന്നെന്ന് പ്രഥമ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. ദൈവം വിസ്മയങ്ങളുടെ ദൈവം മാത്രമല്ല, നിലവിളിക്കുന്നവന്റെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന, ഈ രൂപതയെ സ്നേഹിക്കുന്ന അനേകം ആളുകളുടെ നിലവിളി പ്രാർത്ഥനയായി സ്വർഗത്തിലേക്ക് ഉയർന്നു പോയിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരമായിട്ടാണ് ഇത് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ളത്. പ്രഖ്യാപന വേളയിൽ ആശംസകളുമായി വിവിധ രൂപതാ ബിഷപ്പുമാർ അതിരൂപതാ സ്ഥാനത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി ആശംസകൾ നേർന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ആശംസകൾ അറിയിച്ചെത്തി. ഓശാന ഞായർ ഈസ്റ്റർ വേളയിലെത്തുന്ന അംഗീകാരത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് വിശ്വാസി സമൂഹവും. 24 കോഴിക്കോട്.